വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. 2024 ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 17th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. Find the radius of the circle in which the central angle of 60 degree intercepts an arc of length 31.4 centimeter. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് റേഡിയസ് ആണ്. സർക്കിളിന്റെ റേഡിയസ് കാണണം. സെൻട്രൽ ആംഗിൾ ഇസ് ഗീവൺ 60 ഡിഗ്രി ആണ്. ഇന്റർസെപ്റ്റ്സ് ആൻഡ് ആർക്ക് ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസിനെ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക. ഇനി ഇതിൽ L = r θ ആണ്. ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ആദ്യം നമുക്കൊന്ന് എഴുതി വെക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഗീവൺ ആണ്. ലെങ്ത് ഓഫ് ദ ആർക്ക് ഇവിടെ 31.4 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ L = r ഇൻറ്റു തീറ്റ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ r ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? r ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ തീറ്റ അല്ലേ. L ഈസ് ഈക്വൽ ടു r തീറ്റ ആണെങ്കിൽ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഓഫ് ദ ആർക്കിനെ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് എന്ന് പറയുന്നത് 31.4 ആണ്. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ മുകളിൽ 31.4 സെന്റിമീറ്റർ ആണ്. സോ നമ്മളത് റേഡിയൻ വാല്യൂല് കൊടുക്കും. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്രയായി? റേഡിയൻ വാല്യൂല് π/3 അല്ലെ. 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതാണ് 60 ഡിഗ്രി. സോ നമ്മളിവിടെ π/3 എന്ന് കൊടുക്കും. ഇനി പൈന്റെ വാല്യൂ നമ്മൾ ഇവിടെ 22/7 അല്ല കൊടുക്കുക, 3.14 ആണ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാവും. കാരണം മുകളിൽ നോക്കിയൊക്കെ ഏതാണ് നമ്പർ? 31.4 ആണ്. സോ ഇവിടെ താഴെ നമ്മൾ 3.14 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത് മുകളിലേക്ക് പോകും അല്ലെ. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിവിഷൻ ഇവിടെ മുകളിൽ പോയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഇനി ഡെസിമൽ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ഒഴിവാക്കേണ്ടത്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാലോ അല്ലെ. സ്റ്റേറ്റ് +1 കാൽക്കുലേറ്റർ യൂസ് ചെയ്യാലോ. അപ്പൊ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ ഒരു സംഖ്യയാണ്, താഴെ പോയിന്റ് കഴിഞ്ഞാൽ 2 സംഖ്യയാണ്. അപ്പോൾ 2 സംഖ്യ ഉണ്ടാവും. നമ്മൾ 100 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മുകളിൽ അവിടെ താഴെ 314 റിമൂവ് ചെയ്തു. പോയിന്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ 1 പോയിന്റ് കഴിഞ്ഞാൽ ഒരു സംഖ്യയാണ്. സോ മൾട്ടിപ്ലൈ ഹിയർ ബൈ 10. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, അത് മറക്കരുത്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള 314 കട്ടായി പോവും. 0 ഗെറ്റ് ക്യാൻസൽഡ്. ആൻസർ എത്രയായി? 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് നമുക്ക് എന്ത് കിട്ടി? 30 സെന്റിമീറ്ററിന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് cos x. ഇതാണ് നമ്മളുടെ cos xന്റെ ഗ്രാഫ്. നമുക്ക് റേഞ്ചും ഡൊമൈനും ഒക്കെ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, മാക്സിമം വാല്യൂ ഇവിടെ 1 ആണ് അല്ലെ. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നിന്നാണ് ഈ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ നിന്നാണ് ഇവിടെ കർവായിട്ടാണ് പോണത്. അപ്പൊ മിനിമം വാല്യൂ ഇവിടെ എന്താണ്? -1 ആണ് അല്ലെ. അപ്പോ ഇതാണ് അതിന്റെ എന്ത് കിട്ടുക? കോസിന്റെ റേഞ്ച്. ഓക്കെ, റേഞ്ച് ഭാഗം നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ വേണം എന്ത്? cos xന്റെ ഗ്രാഫ് വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്ത വാല്യൂസ് നോക്കൂ. -2π, -π/2, π/2, 2π, 3π/2, 2π, 5π/2 അല്ലെ. ഇങ്ങനെയാണ് പോണത്. അപ്പോ ഇവിടെ ഏത് കൂടെയൊക്കെയാണ് ടച്ച് ചെയ്ത് പോണത് നോക്കുക. ഇവിടെ നമുക്ക് കുറച്ച് ഇത് മുഴുവൻ ഇത്രയും വരയ്ക്കണം എന്നില്ല. അപ്പൊ ഇവിടെ മുതൽ വരച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ലോങ് ആയിട്ട് വരച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആവുന്നു മാത്രം. അപ്പൊ അതാണ് cos xന്റെ ഗ്രാഫ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പ്രൂവ് ദാറ്റ് sin 2x plus 2 sin 4x plus sin 6x equal to 4 cos square x sin 4x. ഇത് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വേണം റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തെടുക്കാൻ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്ന വാല്യൂ നോക്കുക. sin 2x plus 2 sin 4x plus sin 6x. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇതില് ഈ 2 sin x 2 sin 4x, അപ്പൊ 2 sin 4x ഉണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് ഒന്ന് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ റീ അറേഞ്ച് ചെയ്തിട്ട് sin 2x അതേപോലെ തന്നെ പ്ലസ് ഇവിടെ sin 6x ഇത് രണ്ടും ഒന്നിച്ചിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. ഇത് രണ്ടും ഒന്നിച്ചെടുക്കുക. പ്ലസ് ബാക്കിയുള്ള 2 sin 4x അവിടെ എഴുതി. ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്വസ്റ്റ്യൻ തന്നെ എഴുതിയത്, പക്ഷെ ഒന്ന് റീ അറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ബിക്കോസ് എന്തിനാണ് നമ്മളിവിടെ റീ അറേഞ്ച് ചെയ്ത് എഴുതുന്നത്? നമുക്കറിയാം sin a
പ്ലസ് സൈൻ ബി ഈക്വൽ ടു എന്താണ് 2 സൈൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 കോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിസൾട്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സൈൻ എ പ്ലസ് സൈൻ ബി. അതിൽ എ എന്ന് പറയുന്നത് 2x ബി എന്ന് പറയുന്നത് 6x ആണ്. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 സൈൻ 2x പ്ലസ് 6x ഡിവൈഡഡ് ബൈ 2. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 2x മൈനസ് 6x ഡിവൈഡഡ് ബൈ 2. ഒരു മൈനസും ചെയ്തു, ഒരു പ്ലസും ചെയ്തു. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു 2 സൈൻ 4x ഉള്ളത് അവിടെ കീപ്പ് ചെയ്തു. ഈക്വൽ ടു 2 സൈൻ, ഇനി ഇവിടെ 2x പ്ലസ് 6x എന്ന് പറഞ്ഞാൽ 8x. 8xന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4x. കോസ് 2x മൈനസ് 6x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 4x. കോസ് ഈവൻ ഫംഗ്ഷൻ ആണ് നമുക്കറിയാം. സോ നെഗറ്റീവോടെ ബാധകമല്ല. 4x ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 2 സൈൻ 4x അവിടെ ബാക്കിയുള്ളത് എഴുതി. ഇനി ഇവിടെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യൂ. ഈ 2 സൈൻ 4x ഇവിടെ കോമൺ ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. 2 സൈൻ 4x ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് കിട്ടുക കോസ് 2x പ്ലസ് 1 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? 4 കോസ് സ്ക്വയർ എക്സ് വേണം സൈൻ 4x. അതിൽ 2 ഇവിടെ 4 കോസ് സ്ക്വയർ എക്സ് സൈൻ 4x ആണ്. സൈൻ 4x നമുക്ക് ഓൾറെഡി കിട്ടി, കൂടെ ഒരു 2 കൂടി ഉണ്ട്. അപ്പോ ഇവിടെ ഇത് കറക്റ്റ് ആണ്, ഇത് അവിടെ നിൽക്കട്ടെ. 2 സൈൻ 4x. ഈ കോസ് 2x പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം അല്ലെ? നമ്മൾ ആ റിസൾട്ടും അവിടെ പഠിച്ചിട്ടുണ്ട്. കോസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 കോസ് സ്ക്വയർ എക്സ് നമ്മളിവിടെ ആദ്യം എഴുതി, ബിക്കോസ് അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അതാണ്. അങ്ങനെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യം 4x എഴുതിയിട്ട് പിന്നെ കോസ് സ്ക്വയർ എക്സ് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ RHS കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു 3 ചോദ്യം കൂടി ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.